പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതി അത് പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആദ്യം വരുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷനാണ്. ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ ശ്രദ്ധിക്കുക എല്ലാവരും. ലെറ്റ് എഫ് ഫ്രം എ ടു ബി എ ഫംഗ്ഷൻ. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് റൈസ് ടു -1. ഇത് നിങ്ങൾ എഫ് ഇൻവേഴ്സ് എന്ന് വേണം വായിക്കാൻ. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സെറ്റ് എഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് എഫ്. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. എഫിൻ്റെ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇതാണ്, എഫ് റൈസ് ടു -1. അത് നിങ്ങൾ എഫ് ഇൻവേഴ്സ് എന്ന് വായിക്കണം. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെറ്റ് എഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് എഫ്. എഫ് എന്ന ഫംഗ്ഷനകത്ത് വരുന്ന ഓരോ ഓർഡേർഡ് പെയറും എടുക്കുക, അവരുടെ കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഓർഡേർഡ് പെയർസിൻ്റെ എല്ലാം കൂടെ സെറ്റിനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. Here f is a function from A to B, therefore f is a subset of A cross B. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. അതുകൊണ്ട് എഫ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷൻ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഈസ് എ റിലേഷൻ ഫ്രം ബി ടു എ. എഫ് ഇൻവേഴ്സ് മേ ഓർ മേ നോട്ട് ബി എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ള, ചില കേസിൽ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ചില കേസിൽ ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കില്ല. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ എഫ് റൈസ് ടു -1. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ്: എഫ് ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് എഫ്. എഫ് എന്ന ഫംഗ്ഷനകത്ത് വരുന്ന ഓർഡേർഡ് പെയറുകളെ കമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർഡേർഡ് പെയർസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷൻ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ മേ ഓർ മേ നോട്ട് ബി എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ. ചില കേസിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ചില കേസിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിലേക്ക് പോകാം. ലെറ്റ് A is equal to set 1, 2, 3 and B is equal to set 3, 4, 5. Let f be a function from A to B defined by f is equal to set consisting of ordered pairs 1, 3, 2, 4, 3, 5. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 3 ആണ്, 2ലെ വാല്യൂ 4 ആണ്, 3ലെ വാല്യൂ 5 ആണ്. ഹിയർ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫിൽ വരുന്ന ആദ്യത്തെ ഓർഡേർഡ് പെയർ 1, 3 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സിലെ ആദ്യത്തെ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 3, 1 ആണ്. എഫിലെ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 2, 4 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സിലെ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 4, 2 ആണ്. എഫിലെ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ 3, 5 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സിലെ അടുത്ത ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞത് 5, 3 ആണ്. ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 3, 1, 4, 2 ആൻഡ് 5, 3 ആണ്. ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. കാരണം ഇത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. കൂടാതെ ബിയിലെ ഏതൊരു പോയിന്റിൽ, ബിയിലെ ഇപ്പോൾ 3 എടുക്കുകയാണെങ്കിൽ 3യുടെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന 1 ആണ്, അത് എയിലുണ്ട്. 4ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്, അത് എയിലുണ്ട്. 5ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്, അത് എയിലുണ്ട്. അപ്പോൾ ബിയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് എയിലുണ്ട്. കൂടാതെ ആർക്കും ഒന്നിലധികം ഇമേജ് ഇല്ല. അപ്പോൾ ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ ആണ്. ഈ എക്സാമ്പിളിനകത്ത് എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ ആണ്. Another example, let A സമം സെറ്റ് 1, 2, 3 and B സമം സെറ്റ് 5, 6, 7, 8. let എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ആ ഫംഗ്ഷനകത്ത് വരുന്ന ഓർഡേർഡ് പേഴ്സ് ഇവരാണെന്നിരിക്കട്ടെ: 1, 5, 2, 6, 3, 7. ഈ എഫ് എന്ന ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 5 ആണ്, 2ലെ വാല്യൂ 6 ആണ്, 3ലെ വാല്യൂ 7 ആണ്. ഹിയർ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 5, 1, 6, 2, 7, 3. ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷനാണ്. ഇത് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണോ എന്ന് പരിശോധിക്കാം. 5ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് എയിലുണ്ട്.
6ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, അതും എയിലുണ്ട്. 7ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, അതും എയിലുണ്ട്. 8ൻ്റെ ഇമേജ് അണ്ടർ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. 8ന് ഇമേജ് ഇല്ല അണ്ടർ എഫ് ഇൻവേഴ്സ്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എഫ് ഇൻവേഴ്സ് എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ അല്ല. ഞാനിവിടെ 2 എക്സാമ്പിൾസ് പറഞ്ഞു. ആദ്യത്തെ എക്സാമ്പിളിനകത്ത് എഫ് ഇൻവേഴ്സ് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് എഫ് ഇൻവേഴ്സ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ. നമുക്കടുത്ത നിർവചനത്തിലേക്ക് പോകാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം, അടുത്ത ഡെഫിനേഷൻ ഇതാണ്, ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ. ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് സെറ്റ് ടു ബി ഇൻവേർട്ടബിൾ ഇഫ് എഫ് ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ. എഫ് എന്ന ഫംഗ്ഷനെ നമ്മളൊരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കണം. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എന്ന ഫംഗ്ഷനെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. നമ്മളിവിടെ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഒന്നാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആകുന്നുണ്ട്. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്, പക്ഷേ അതിൻ്റെ ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇൻവേർട്ടബിൾ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. റിസൾട്ട്സ് ഓർത്തിരിക്കണം. എഫ് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ബൈജക്റ്റീവ് ആയിരിക്കും. എഫ് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ബൈജക്റ്റീവ് ആയിരിക്കും. അതുപോലെ തിരിച്ച് എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ എഫ് ഇൻവേർട്ടബിൾ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫ് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. തിരിച്ച് എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേർട്ടബിൾ ആയിരിക്കും. 2, ഇഫ് എഫ് ഫ്രം എ ടു ബി ഈസ് ആൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ദെൻ എഫ് ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു എ ആൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന വൈ ആയിരിക്കും ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ്, എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ വൈ ആയിരിക്കും ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. മുകളിലത്തെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാകാവുന്ന കാര്യമാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. എഫ് ഇൻവേഴ്സിൻ്റെ എക്സിലെ വാല്യൂ വൈ ആയിരിക്കും ഇഫ് എഫ് എന്ന ഫംഗ്ഷൻ്റെ വൈയിലെ വാല്യൂ എക്സ് ആണെങ്കിൽ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. നമ്മുടെ എക്സാമ്പിളിനകത്ത്, ഒന്നാമത്തെ എക്സാമ്പിളിനകത്ത് എഫ് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷനാണ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 3 ആണ്. എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ 3ലെ വാല്യൂ 1 ആണ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ 2ലെ വാല്യൂ 4 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ 4ലെ വാല്യൂ 2 ആണ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ 3ലെ വാല്യൂ 5 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ 5ലെ വാല്യൂ 3 ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം നിങ്ങൾ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ വൈയിലെ വാല്യൂ എക്സ് ആണെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ വൈ ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട അടുത്ത റിസൾട്ട് ഇതാണ്. ഇഫ് എഫ് ഫ്രം എ ടു ബി ഈസ് ആൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ദെൻ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. 2, എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. 3, എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ആയിരിക്കും. ഇൻവേർട്ടബിൾ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫിനോട് തുല്യമായിരിക്കും. അടുത്ത റിസൾട്ട് ഇതാണ്. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസ്. If f of g of x is equal to x and g of f of x is equal to x for every x, then f inverse is equal to g and g inverse is equal to f. ഇതും ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷനാണ്. അതുപോലെ ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷനാണ്. ഈ 2 ഫംഗ്ഷൻസിന് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ജിയോട് തുല്യമായിരിക്കും. അതുപോലെ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫിനോട് തുല്യമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത റിസൾട്ട് ഇതാണ്. ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ 2 ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസ് ദെൻ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഇൻവേർട്ടബിൾ ആൻഡ് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു
ഇൻവേർട്ടബിൾ ഫംഗ്ഷനാണ്. അതുപോലെ ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലേക്കുള്ളൊരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ജി കോമ്പസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും, അത് ഇൻവേർട്ടബിൾ ആയിരിക്കും. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പസിഷൻ ജി ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. ജി കോമ്പസിഷൻ എഫ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പസിഷൻ ജി ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. ഇനി ഈ സെക്ഷനിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ടു എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് 2x/x+1 ആണ്. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടബിൾ, ഓൾസോ ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആദ്യം എഴുതുക. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ടു എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x/x+1. ഈ ഫംഗ്ഷൻ ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും ഇൻവേർട്ടബിൾ ആണ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവേർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അത് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ on2 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ലെറ്റ് എഫ് ഓഫ് x1 സമ എഫ് ഓഫ് x2, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് എഫ് ഓഫ് x1 സമ എഫ് ഓഫ് x2. എഫ് ഓഫ് x1 എന്ന് പറയുന്നത് 2x1/x1+1 ആണ്, സമം എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 2x2/x2+1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 2 × 2 ക്യാൻസൽ ചെയ്ത് പോവും. x1/x1+1 ഈസ് ഈക്വൽ ടു x2/x2+1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 × x2+1 ഈസ് ഈക്വൽ ടു x2 × x1+1. അകത്തേക്ക് ഗുണിക്കുന്നത് x1 x2 + x1 സമം x1 x2 + x2. ഈ x1 x2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ x1 സമം x2 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ എഫ് ഓഫ് x2 ആണെങ്കിൽ ഇവിടെ x1 സമം x2 ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷനാണ്. Therefore f is a 1 ഫംഗ്ഷൻ. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു on2 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. on2 ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഡൊമൈനിലുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ കോഡൊമൈനിൽ ഒരു എലമെൻറ്റ് y0 എടുക്കുന്നു. ലെറ്റ് y0 എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ടു ദ കോഡൊമൈൻ. ഫംഗ്ഷൻ്റെ കോഡൊമൈനിൽ ഒരു y0 എടുക്കുന്നു. അതിൻ്റെ പ്രീ ഇമേജ് x0 ആണെന്നിരിക്കട്ടെ. ലെറ്റ് x0 ബി ദ പ്രീ ഇമേജ് ഓഫ് y0. Therefore എഫ് ഓഫ് x0 ഈസ് ഈക്വൽ ടു y0. കോഡൊമൈനിൽ ഒരു എലമെൻറ്റ് y0 എടുത്തു, അതിൻ്റെ പ്രീ ഇമേജ് x0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ x0ലെ വാല്യൂ എന്ന് പറയുന്നത് y0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് x0ന് പകരം നമുക്ക് 2x0/x0+1 എന്ന് കൊടുക്കാം, ഈസ് ഈക്വൽ ടു y0. ദാറ്റ് ഇംപ്ലൈസ് 2x0 സമം y0 × x0+1. ദാറ്റ് ഇംപ്ലൈസ് 2x0 സമം x0 y0 + y0. x0 ഉള്ള ടേംസ് എല്ലാം നമ്മൾ ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ 2x0 - x0 y0 ഈസ് ഈക്വൽ ടു y0. ഈ രണ്ട് ടേംസിൽ നമ്മൾ x0 വെളിയിലെടുക്കുകയാണെങ്കിൽ 2 × y0, x0 വെളിയിലെടുക്കുകയാണെങ്കിൽ x0 × 2 - y0 ഈസ് ഈക്വൽ ടു y0. ദാറ്റ് ഇംപ്ലൈസ് x0 ഈസ് ഈക്വൽ ടു y0/2 - y0. ഈ y0 നമ്മൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0-2 എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ y0/2 - y0 എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഉണ്ടാവും. അപ്പോൾ കോഡൊമൈനിൽ നമ്മളൊരു എലമെൻറ്റ് y0 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് x0 എന്ന് പറയുന്നത് y0/2 - y0 തുല്യമായിരിക്കും. y0 ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0-2 ആയതുകൊണ്ട് y0/2 - y0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 വരും. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ കോഡൊമൈനിൽ ആരെ എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് ഡൊമൈനിലുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു on2 ഫംഗ്ഷനാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ ഹാസ് എ പ്രീ ഇമേജ് ഇൻ ദ ഡൊമൈൻ, therefore f ഈസ് on2. അതുകൊണ്ട് എഫ് ഒരു 1 ആണ്, on2 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേർട്ടബിൾ ആയിരിക്കും. ഇനി ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗം ഫംഗ്ഷൻ ഇൻവേഴ്സ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ ഇൻവേഴ്സ് കാണണം. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0-2 നിന്ന് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂയും കണ്ടുപിടിക്കണം. ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മളത് എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണെന്ന് പറയണം. അതിൻ്റെ എക്സിലെ വാല്യൂ, അതിൻ്റെ ഫോർമുലയും നമ്മൾ ഡിറൈവ് ചെയ്യണം. ലെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y ആണെന്നിരിക്കട്ടെ. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ y ആണെന്നിരിക്കട്ടെ. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് y എന്ന് പറയുന്നത് x ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് y എന്ന് പറയുന്നത് 2y/y+1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x ആയിരിക്കും. That implies 2y is equal to x into y plus 1 ആയിരിക്കും. That implies 2y സമം xy plus x ആയിരിക്കും. That implies 2y minus xy സമം x ആയിരിക്കും. ഈ രണ്ട് ടേമിൽ നിന്ന് y വെളിയിലെടുക്കുകയാണെങ്കിൽ y into 2 minus x സമം x ആയിരിക്കും. അപ്പോൾ that implies y സമം x/2 minus x. x/2 minus x.
അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ y ആണെങ്കിൽ y സമം x/2 - x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. ഈ 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x/2 - x ആണ്. അപ്പോൾ തന്നിരുന്ന ഫംഗ്ഷൻ എഫ് ഇൻവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനെ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം let y സമം set of all y such that y is equal to 4x plus 3 x element of n. y എന്ന സെറ്റ് ഇതാണ്. ആൻഡ് f from n to y fx is equal to 4x plus 3. Show that f is invertible. Also find f inverse. ഇതാണ് ചോദ്യം. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും കണ്ടുപിടിക്കണം, എഫ് ഇൻവേഴ്സും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സെറ്റ് ആദ്യം എഴുതുക. ലെറ്റ് y സമം set of all y such that y is equal to 4x plus 3 x element of n. y ഇവിടെ റൂൾ ഫോമിലാണ് തന്നിരിക്കുന്നത്. y റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ എക്സിന് കൊടുക്കാവുന്ന ഫസ്റ്റ് വാല്യൂ 1 ആണ്. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ y 7 ആകും. ഇപ്പോൾ ഈ സെറ്റിലെ ആദ്യത്തെ എലമെൻറ്റ് 7 ആണ്. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഈ സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റ് 7, 11, 15 എക്സെട്രയാണ്. ഹിയർ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എൻ ടു വൈ. ആ ഫംഗ്ഷൻ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് 4x plus 3 ആണ്. നമുക്കിത് ഇൻവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത് ബൈജക്റ്റീവ് ആണെന്ന് തെളിയിച്ചാൽ മതി. ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ ആദ്യം 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടാണ്. ലെറ്റ് എഫ് ഓഫ് x1 സമ എഫ് ഓഫ് x2. എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ 4x1 plus 3 ആണ്. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 4x2 plus 3 ആണ്. 3 ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ 4x1 സമം 4x2 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് x1 സമ x2. അപ്പോൾ എഫ് ഓഫ് x1 സമ എഫ് ഓഫ് x2 ആണെങ്കിൽ x1 സമ x2 ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ n ആയതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 എക്സെട്രയാണ്. ക്യാപിറ്റൽ എന്നിലെ എലമെൻറ്റ്സ് 1, 2, 3, 4 എക്സെട്രയാണ്. അപ്പോൾ റേഞ്ചിൽ വരുന്നത് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 എക്സെട്രയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 7 ആണ്, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 11 ആണ്, എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 7, 11, 15 എക്സെട്ര എന്ന സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് y ആണ്. n to y ആണ് ഫംഗ്ഷൻ. അപ്പോൾ കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് y ആണ്. y എന്ന് പറയുന്ന സെറ്റ് 7, 11, 15 എക്സെട്രയാണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് കോഡൊമൈൻ ഓഫ് എഫിനോട് സെയിം ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 ആണ്, ഓൺ 2 ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. എഫ് 1 ആണ്, ഓൺ 2 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ്. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും ഇൻവേർട്ടബിൾ ആയിരിക്കും. ഇനി നമുക്ക് എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നൗ എഫ് ഇൻവേഴ്സ്, എഫ് എന്നിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്ന് എന്നിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. വൈയിൽ നിന്ന് എന്നിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ കാണണം. എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ y ആണെന്നിരിക്കട്ടെ. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് y എന്ന് പറയുന്നത് x ആയിരിക്കും. എഫ് എന്ന ഫംഗ്ഷൻ്റെ എഫ് ഇൻവേഴ്സിൻ്റെ എക്സിലെ വാല്യൂ y ആണെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ്റെ വൈയിലെ വാല്യൂ x ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണത്. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ y ആണെന്നിരിക്കട്ടെ. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് y എന്ന് പറയുന്നത് x ആയിരിക്കും. എഫ് ഓഫ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് x എന്ന് പറയുന്നത് 4x plus 3 ആണ്. എഫ് ഓഫ് y എന്ന് പറയുന്നത് 4y plus 3 ആണ് സമം x. അതിൽ നിന്ന് 4y സമ x minus 3 ആയിരിക്കും. അപ്പോൾ y സമ x minus 3/4 ആയിരിക്കും. ഇനി കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഈ 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് x എന്ന് പറയുന്നത് x minus 3/4 ആണ്. ഇതാണ് എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക, അത് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.